നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോജിൻ വരീക്കൽ. പിന്നെ നിങ്ങളെ കണ്ടിട്ട് കുറേ നാളായി. ഞാൻ ഈ വീഡിയോസ് ഇറക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകാവസാനം എന്നൊരു സംഭവം ഉണ്ടാകും എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവവിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ലോകാവസാനത്തോടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വാനമേഘങ്ങളിൽ ആഗതനാകും. അതായത് ഈശോയുടെ രണ്ടാമത്തെ വരവ്. ആ രണ്ടാമത്തെ വരവിൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ കർമ്മത്തിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഒത്തിരി മാറ്റങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, ഒത്തിരി യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഇപ്പോൾ ലോകത്തിൻ്റെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിതാവായ ദൈവം, കർത്താവായ ദൈവം തൻ്റെ പുത്രനായ ഈശോ മിശിഹായെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പിശാചിൻ്റെ, അതായത് ലൂസിഫർ അല്ലെങ്കിൽ പിശാചിൻ്റെ കയ്യിൽ നിന്നും ഈ ലോകത്തെ ജനതയെ രക്ഷ നൽകുവാൻ വേണ്ടി ആണ് ഈശോയെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അതിനുവേണ്ടിയാണ്, അല്ലെങ്കിൽ പിതാവ് കൽപ്പിച്ചതനുസരിച്ച്, അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഈശോ കുരിശിൽ വിജയം വരിക്കുകയും ചെയ്തു. നമുക്കറിയാം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ഒരാൾക്കും ഒന്നിനോടും ഒരു നഷ്ടബോധം വരില്ല. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നഷ്ടങ്ങളും നേട്ടങ്ങളും എല്ലാം ഉണ്ടാകാൻ കാരണം ദൈവം അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ, ഞാനൊരു ദൈവവിശ്വാസിയാണ്. സത്യം പറയാം, ഞാനൊരു ദൈവവിശ്വാസിയാണ്, നല്ല അസലായിട്ടുള്ള ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ഓർക്കുന്നു. ഞാനൊരു വചനം കണ്ടിട്ടപ്പം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആരോ പറഞ്ഞു, ഇല്ല ആമേൻ പറയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നോടല്ല, ഫോളോവേഴ്സിനോട് ഞാനൊരു കാര്യം പറയുകയാണ്. ആ പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറയുകയാണ്, നമ്മൾ ആരെയും നിർബന്ധിച്ച്, അല്ലെങ്കിൽ കർത്താവായ ദൈവം ആരെയും നിർബന്ധിച്ച് ഒരു സ്വർഗത്തിലേക്ക് കയറുന്നില്ല. നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം എന്നാണ് കർത്താവ് പറയുന്നത്. അത് നമ്മുടെ ചോയ്സാണ്. നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതിനൊരു പ്രത്യേക നിയോഗമുണ്ട്. ആ നിയോഗം എന്താണെന്നും അതെങ്ങനെ നിറവേറ്റാം എന്നുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും, ലോകത്തിലെ കുറേ ഡിഗ്രി, അല്ലെങ്കിൽ പണം, സ്വത്ത്, വലിയ വീട്, വലിയ കാറ്, അല്ലെങ്കിൽ സമ്പത്ത്, ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ, മരണം എന്ന് പറയുന്നത് സ്വത്തോ അല്ലെങ്കിൽ ഡിഗ്രിയോ കുറേ കൂടുതലുള്ളതുകൊണ്ട് മരണം വൈകിക്കുകയൊന്നുമില്ല. മരണത്തിന് എപ്പോൾ വേണേലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരത്തിൽ ചിലപ്പോൾ ഇത് പൂർത്തിയാക്കാതെ ദൈവം എന്നെ വിളിച്ചാൽ ഞാൻ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് ഞാൻ റെഡി ആയിരിക്കണം. എൻ്റെ പാപങ്ങളും കർമ്മത്തിനനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് നന്മയായിട്ടുള്ളത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കർത്താവായ ഈശോ മിശിഹ നമ്മളെ കാണിച്ചു തന്നത് അതുതന്നെയാണ്. ഈശോയുടെ ആദ്യത്തെ വരവിൽ ഉപമകൾ വഴിയാണ് ഈശോ സംസാരിക്കുന്നത്. എന്നാൽ ഈശോയുടെ രണ്ടാമത്തെ വരവിൽ ഉപമകൾ വഴി ആയിരിക്കില്ല സംസാരിക്കുന്നത്. തൻ്റെ ക്രോധം, ഈശോയുടെ, അതായത് കർത്താവിൻ്റെ ക്രോധം എന്താണെന്ന് മനുഷ്യർ തിരിച്ചറിയും. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവരെ ദൈവവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുക.
വരണോ വേണ്ടയോ അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവം രണ്ടാമത് വരും, ഈശോ രണ്ടാമത് വരും. രണ്ടാമത്തെ വരവിൽ ഈ ലോകത്ത് എത്ര പേരുണ്ടാവും കർത്താവിൻ്റെ കൂടെ എന്ന് നമുക്ക് അന്നറിയാം. നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഓക്കെ, ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവിൽ അത് നമ്മുടെ ജീവിത കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം, അല്ലേ? യെസ്. അപ്പോൾ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ മിക്ക വീഡിയോസിലും നമ്മൾ വചനം എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലും നമുക്കൊരു വചനം എടുക്കാം. ദൈവമായ കർത്താവിന് സ്തുതി. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം എന്ന് പറയുന്നത് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ശംസിയുടെ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളാണ്. അപ്പം ഇതാണ് വിശുദ്ധ ബൈബിളാണ്. അറിയാത്തവർ, ക്രിസ്ത്യാനികളല്ലാത്തവരും ആർക്ക് വേണേലും ബൈബിള് മേടിക്കാം, വായിക്കാം, പഠിക്കാം. ബൈബിൾ പഠനം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക എന്നതുകൂടിയാണ്. ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ. ഈശോ മിശിഹ തന്നെയാണ് ബൈബിൾ. ഈശോ വചനമാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ എനിക്കൊരു കാര്യം കൂടെ പറയാനായിട്ട് തോന്നുന്നു. എന്താ, ഞാൻ യൂട്യൂബിൽ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ, ഓക്കെ, ഒഫീഷ്യൽ ഡാനിയേൽ അച്ഛൻ വെളിപാട് പുസ്തകം സ്റ്റഡി ചെയ്ത് പഠിപ്പിക്കുന്നതായിട്ട് ഒരു ഇതുണ്ട്. അപ്പോൾ അതാർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഡാനിയേൽ പൂവണ്ണത്തിൽ വെളിപാട് പുസ്തകം, ലേറ്റസ്റ്റ് വീഡിയോസ് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വെളിപാട് പുസ്തകം പഠനം. ഓക്കെ, ആ പഠനം വായിക്കുന്നതും പഠിക്കുന്നതും നല്ലതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിലൂടെ നമുക്ക് യോഹന്നാൻ ശ്ലീഹ ഈശോ പറഞ്ഞു കൊടുത്തത് എഴുതി വെക്കുകയാണ് യോഹന്നാൻ ശ്ലീഹ ചെയ്തത്. അപ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് മതം വെറുതെ അങ്ങോട്ടുണ്ടായതല്ല എന്നും പരിശുദ്ധാത്മാവിൻ്റെ അത്രയും സാന്നിധ്യം ഈ ഒരു മതത്തിലുണ്ട് എന്നും നമുക്ക് മനസ്സിലാകാൻ തക്ക കാര്യങ്ങൾ ആ വെളിപാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ നൂറ്റാണ്ടുകൾക്ക് മുൻപേ അത് എഴുതപ്പെട്ടതാണ്. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. ഞാനൊരിക്കലും ക്രിസ്ത്യാനിറ്റി മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ടില്ല, പറയുകയില്ല. എന്നാൽ അതുകൊണ്ട് ഞാൻ ഹിന്ദുമതം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഹിന്ദുമതത്തിൽ അവർ വിശ്വസിക്കുന്ന പലതും ശരിയായിട്ട് വരും. ഞാൻ നോ എന്ന് പറയുന്നില്ലല്ലോ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്തു മതത്തിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഹിന്ദുമതം തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തുമില്ല. അപ്പം എന്താ പറയുക, അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തു മതത്തെക്കുറിച്ച് പറയുന്നത്. എനിക്ക് ഹിന്ദുമതത്തിനോട് ഭയങ്കര ബഹുമാനമുള്ള ഒരാളാണ്. സത്യം പറയാലോ, ബഹുമാനമുള്ള ആളാണ് ഞാൻ. വചനം എടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയാം. ഞാൻ വചനത്തിലേക്ക് വരാം. ഹിന്ദുമതത്തിൽ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അവർ ടീച്ച് ചെയ്യുന്ന ഓരോ സ്റ്റഡീസും അത് അത്ര അച്ചട്ടാണ്. സ്നേഹിക്കുക, സഹോദര സ്നേഹം, കർമ്മത്തിനനുസരിച്ചുള്ള പ്രതിഫലം, ശിവൻ, പാർവതി, അതുപോലെ തന്നെ വിഷ്ണു, അതുപോലെ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മാവ്. ഇതൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. മേ ബി മിത്ത്, ഓക്കെ, ബട്ട് ഇറ്റ് ടീച്ചസ് എ ലോട്ട് ടു ദ പീപ്പിൾ ഇൻ ദിസ് കൺട്രി. അപ്പോൾ നമുക്ക് ഈ വചനത്തിലേക്ക് കിടക്കാം. ഞാൻ കുറേ മാറിപ്പോയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വചനത്തിലേക്ക് തിരിച്ചു വരാം. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം, അതാണ് അതിൻ്റെ ഹെഡിങ്. അവർ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒലിവുമലയ്ക്ക് സമീപമുള്ള ബെത്ഫേഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങൾക്കപ്പുറത്തെത്തിയപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ. നിങ്ങൾ എന്തിനാണ് ഇവ എങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക. അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. അതിനെ കൊണ്ടുപോകുവാൻ അവർ അനുവദിച്ചു.
അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിനെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. വളരെ പേർ തെരുവീതികളിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചില കൊമ്പുകൾ മുറിച്ച് നിരത്തി. അവൻ്റെ മുൻപിലും പിൻപിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം. ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി. ചുറ്റും നോക്കി എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടുകൂടെ ബഥാനിയിലേക്ക് പോയി. ദൈവമായ കർത്താവിന് സ്തുതി. ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരു കാര്യം കൂടെ പറയാണ്. ഈശോയുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂടാം. ഓക്കെ, യൂത്താണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അവരെക്കൊണ്ട് സാധിക്കും, എല്ലാവരെ കൊണ്ട് സാധിക്കും, ബട്ട് യൂത്താണ് പ്രധാനം. അപ്പോൾ നമുക്ക് കാണാം. ഇനിയും ഞാൻ വീഡിയോസ് ഇറക്കുന്നതായിരിക്കും എൻ്റെ മനസ്സ് പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, ദാറ്റ്സ് സലാം.